ഇന്ന് ഞാൻ ഈ പ്രകൃതി രമണീയവും ആസ്വദിച്ചു പോകുന്നത് ഞാൻ കഴിഞ്ഞ 7 വർഷം മുമ്പ് പോയ ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ കേൾക്കുമ്പോൾ വല്ല പുണ്യ സ്ഥലങ്ങളുമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ല. ഒരു അടിപൊളി ഷാപ്പിലേക്കാണ്. പണ്ട് ഞാനും ശ്രീനാഥേട്ടൻ്റെ അച്ഛനും അമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയും എല്ലാം കൂടി അധികം പ്ലാൻ ചെയ്യാതെ ഒരു ട്രിപ്പിനിറങ്ങി. അത് അവസാനം ചെന്ന് നിന്നത് ദേ ഇവിടേക്കായിരുന്നു. ഗരുഡാഗിരി. അന്നത്തെ ഫുഡും ആ ടേസ്റ്റുമാണ് 7 വർഷത്തിന് ശേഷവും എന്നെ ഇവിടെ എത്തിച്ചേക്കുന്നത്. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഘോരഘോരം ഹൈപ്പ് ശ്രീകാന്തനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കും ഈ തവണ വരണമെന്നുണ്ടായിരുന്നു. അന്നത്തെ അപേക്ഷിച്ച് കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേയേറെ ഹട്ടുകൾ വന്നു. ആളുകൾ കൂടി. ഇനി രുചിയിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനൊരു വലിയ സീ ഫുഡ് ലവറാണ്. എൻ്റെ അമ്മയ്ക്കും ഈ വക കാര്യങ്ങളോട് നല്ല താല്പര്യമായിരുന്നു. പക്ഷെ ഇത്രയും ഹൈപ്പ് ഞാൻ കൊടുത്ത് കൊണ്ടുവന്നിട്ടും അമ്മയുടെ പോരാളിയുടെ പ്രോ മൂഡ് ഓൺ ആയിട്ടുണ്ട്. കേട്ടോ. നല്ല ചൂട് ഗോതമ്പ് ദോശ, നല്ല മുളക് ചമ്മന്തി, ഉള്ളി ശരിക്കും ആക്കുക. എൻ്റെ ടേസ്റ്റാണെന്നറിയോ? എങ്ങനെ ഇരിക്കുന്നു ഈ മഴയത്ത്? പൈസ കൊടുത്ത് ഇവിടെ വരുന്നതിലും ബെസ്റ്റ് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയുമാണെന്നാണ് പോരാളിയുടെ പക്ഷം. അങ്ങനെ പോരാളി സിദ്ധാന്തങ്ങൾക്ക് ഒടുവിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആദ്യം കിട്ടിയത് കുട്ടനാടൻ താറാവ് കറി, ബീഫ് ഡ്രൈ ഫ്രൈയും കരിമീനും വന്നു. അതിന്റെ പുറകെ ചോറും പിന്നെ പടിഞ്ഞാറിന്റെ ഒരു പുഴുക്കുണ്ട് അതും പിന്നെ കക്ക റോസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കാര്യമായിട്ട് ഓർഡർ ചെയ്തത് ഈ കക്ക റോസ്റ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ കക്ക റോസ്റ്റും ചോറും ആസ്വദിച്ച് കഴിച്ചു. ഒരുപാട് കറികൾ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അങ്ങനെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞു. 7-8 വർഷത്തിന് ശേഷം വീണ്ടും വന്നത് എന്തുകൊണ്ട് നന്നായി. ടേസ്റ്റിനോ കാര്യത്തിനോ ഒരു മാറ്റവും ഇല്ല. വാങ്ങിയ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ചോറിന് തരുന്ന ചെറിയ ചെറിയ കറികൾക്ക് പോലും.